ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് SIT. തന്ത്രി 2024 സ്വകാര്യ ബാങ്കിൽ ഒറ്റത്തവണയായി നിക്ഷേപിച്ചത് 2.5 കോടി രൂപ. ബാങ്ക് പൂട്ടി പണം നഷ്ടമായിട്ടും അതേസമയം പരാതി നൽകിയിട്ടേയില്ല. മറ്റൊരു കാര്യം ഈ ദിവസം അപ്ഡേഷനുള്ളത്, ശബരിമലയടക്കം ക്ഷേത്രങ്ങളിലെ ക്രമക്കേടുകളും അഴിമതിയും തടയാൻ നേരിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലുമുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഫണ്ട് അക്കൗണ്ടുകൾ ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ കിറ്റ്ഫ്രേ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ അടുത്ത സീസണിന് മുൻപ് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യണമെന്നും കോടതി പറയുകയാണ്. തന്ത്രിക്ക് എന്ത് സംഭവിച്ചു? തന്ത്രിയുടെ ഈ നീക്കങ്ങൾ 2.5 കോടികളുടെ കണക്കിലെ ദുരൂഹത നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. മാർഷൽ വി സെബാസ്റ്റ്യൻ തത്സമയം വിലയിരുത്തലുകളുമായി ചേരുന്നുണ്ട്. മാർഷൽ, ശബരിമല തന്ത്രി എന്ന് പറയുമ്പോൾ ഏത് തന്ത്രിയായാലും ഒരു ദേവന്റെയും ദേവിയുടെയും പിതൃസ്ഥാനീയനായ വ്യക്തിയാണ്. ശബരിമല തന്ത്രിയെ സംബന്ധിച്ച് ഒരുപാട് ആചാരപരമായിട്ടുള്ള താന്ത്രിക തലത്തിൽ നമ്മൾ ഒരുപാട് പരിഗണനയൊക്കെ തന്നെ നൽകുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട്. നെടുമ്പറ എന്ന് പറയുന്ന പത്തനംതിട്ട ഒരു ബാങ്കിൽ 2024 2.5 കോടി നിക്ഷേപിച്ചു. ആ നിക്ഷേപത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ അല്പം ആശ്ചര്യം തോന്നുന്നുണ്ട്, ഭക്തരെ സംബന്ധിച്ചായാലും അല്ലാതെയുമൊക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ? അങ്ങനെ സംശയിക്കത്തക്ക തരത്തിലേക്ക് തന്ത്രിയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ? SITയുടെ അന്വേഷണ പരിധിയിലാണ് ഈ വിഷയം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ SITയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ SITയുടെ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പശ്ചാത്തലവും പരിശോധിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു 2.5 കോടി രൂപ ഒറ്റയടിക്ക് നിക്ഷേപിച്ചിരിക്കുന്നു ഒരു ബാങ്കിൽ നിന്ന് കാണുകയും ആ ബാങ്ക് പിന്നീട് പൊളിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളൊക്കെ ബാങ്ക് പൊളിഞ്ഞ് നമ്മളൊരു തുക ഇട്ട് കഴിഞ്ഞാൽ അത് പൊളിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിയമപരമായ വഴി തേടും അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്. എന്ന് മാത്രമല്ല, അതെ, കോഴഞ്ചേരി ആയാലും കുമ്പനാടായാലും തിരുവല്ല ആയാലും കോന്നി ആയാലും ബാങ്കുകൾ, അതായത് പണം പലിശയ്ക്ക് കൊടുക്കുന്നത്, സ്വർണ്ണ പലിശയ്ക്ക് പണം കൊടുക്കുന്നതും, ഇതുപോലെ തന്നെ നമ്മൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് പലിശയ്ക്ക് ഇങ്ങോട്ട് തരുന്നതുമായിട്ടുള്ള വിവിധ ഓഫറുകളുണ്ട്. പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ ഒരുപാടുള്ള നാട് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഒരു ബാങ്കുകൾ ഇങ്ങനെ കാശ് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അവിടെ പോയി സമരം, സത്യാഗ്രഹം, ബഹളം ഒക്കെ. എന്നാൽ ഇതിനൊന്നുമേ തന്ത്രി പോയിട്ടില്ല എന്നുള്ളതാണ് SITയെ ഒരാളെ കുറ്റപ്പെടുത്താൻ കഴിയും, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ തന്ത്രിക്ക് എങ്ങനെയാണ് ഈ 2.5 കോടി രൂപ കിട്ടിയത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവികമായി അതിലെന്ത് അസ്വാഭാവികത ഞാൻ ചോദിക്കട്ടെ. തന്ത്രിയെ സംബന്ധിച്ച് ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ 200 ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള താന്ത്രിക ചുമതലയുള്ള വ്യക്തിയാണ്. അവിടുത്തെ താഴ്മൺ കുടുംബത്തിലെ പ്രധാനിയാണ്. ആ വ്യക്തിക്ക് 2.5 കോടി രൂപ എന്നത് 2.5 കോടിയല്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ പൂജ, അല്ലെങ്കിൽ വിദേശത്ത് അദ്ദേഹം ഈ ശബരിമലയിലെ താന്ത്രിക കർമ്മത്തിന്റെ 2 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടേക്കുള്ള ദിവസങ്ങളിലും വിശേഷാൽ പല രീതിയിലൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2.5 കോടി എന്ന് പറയുന്ന ഒരു വലിയൊരു ആശ്ചര്യത്തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആശ്ചര്യത്തുകയല്ലായിരിക്കാം. അന്ന് നേരത്തെ കൈപ്പള്ളി സൂചിപ്പിച്ച പോലെ ഒരു തന്ത്രിക്ക് കൂടുതൽ പണം വരാനുള്ള വഴികളേറെയാണ്. ഭക്തർ കൊടുക്കുന്നതാകാം, എല്ലാകാം. പക്ഷേ ഇതെല്ലാം ഓഡിറ്റബിൾ ആയിരിക്കണം. നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക നയം അനുസരിച്ചുകൊണ്ട്, സാമ്പത്തിക വ്യവസ്ഥയിലെ നിയമം അനുസരിച്ചുകൊണ്ടും നമുക്ക് പണം സമ്പാദിക്കാം, പക്ഷേ അതനുസരിച്ചുള്ള നികുതി കൊടുക്കണം, അതിന് കണക്കുണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ തന്ത്രി അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവർ പരിശോധിക്കുന്നത്. അതിൽ തന്നെ തന്ത്രി ആയാലും മന്ത്രി ആയാലും ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഈ 2.5 കോടി രൂപയ്ക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും എവിഡൻസ് ഈ SITക്ക് കിട്ടാത്ത പക്ഷം നമുക്ക് അങ്ങനെ ഒരു സംശയത്തിലേക്ക് തന്ത്രി കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പണം എവിടെ നിന്നാണെന്നുള്ള കാര്യം തന്ത്രി വ്യക്തമാക്കേണ്ടി വരും. തന്ത്രി വ്യക്തമാക്കിയില്ലെങ്കിൽ ഇതിനകത്ത് സംശയത്തിൻ്റെ മുന തന്ത്രി തന്നെ നിൽക്കും. ഇനി ഇതൊക്കെ പോട്ടെ, ഈ പണത്തിൻ്റെ വിഷയത്തിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ 1-ാം പ്രതിയാകേണ്ട ആളാണ് തന്ത്രി എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം തന്ത്രിക്കാണ് അവിടുത്തെ അത് ചെമ്പുപാളിയല്ല സ്വർണ്ണപാളിയാണ് എന്നറിയാവുന്ന ആള്. മല്യ ഇത് സ്വർണം പൂശുന്ന സമയത്ത് അവിടെ ആരായിരുന്നു തന്ത്രി? ഈ കണ്ഠരരായിരുന്നു, ഈ കണ്ഠര രാജീവരായിരുന്നു. അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത്. എന്നാൽ പിന്നീട് വന്ന മഹസർ എന്താണ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം, അതൊരു ഭരണപരമായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ദേവസ്വം ബോർഡ്, അതിനകത്ത് ചെമ്പ് തകിട് എന്ന് പറഞ്ഞ് എഴുതി വിടുമ്പോൾ അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ ഒപ്പിട്ട് വിടുമ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ട്. അതാരാണ്? തന്ത്രിയാണ്. അപ്പം തന്ത്രിക്ക് അറിയാമേ ഇത് സ്വർണ്ണമാണ്, സ്വർണം പൂശിയതാണെന്നുള്ളത്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിലെ ഇപ്പം തന്ത്രിയെ വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കള്ളന്മാരാക്കാം. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ അയ്യപ്പൻ്റെ മുതലടിക്കാൻ വേണ്ടി വന്നെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആചാരപരമായി ആരാണ്, ആഗമ ആചാര തന്ത്രമനുസരിച്ച് ആരാണ്
തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠ ഒരു ശിശുവാണെന്നും അതിന്റെ പ്രതിസ്ഥാനീയത്ത് നിൽക്കുന്ന ആളാണെന്നുമാണ് അവർ പറയുന്നത്. അങ്ങനെ വെക്കുമ്പോൾ സ്വന്തം മകന്റെ സ്വത്ത് തട്ടിക്കൊണ്ടു പോകാൻ കൂട്ടുനിന്ന ഒരു തന്തയായി മാറില്ലേ തന്ത്രി? ഇതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ പലപ്പോഴും ഈ നിക്ഷേപത്തിന്റെ കാര്യം പറയണം. ബാങ്കുകൾ, ഒരുപാട് ബാങ്കുകൾ കൂണുപോലെ മുളച്ചിട്ടുള്ള കേരളമാണ്. ആ കേരളത്തിൽ പല ബാങ്കുകളും തകരുന്ന സമയത്ത് പലപ്പോഴും വലിയ ആളുകളൊക്കെ തന്നെ ഇത് പരാതിപ്പെടാറില്ല. അപ്പോൾ അവരുടെ ഈ കള്ളപ്പണമായിരിക്കാം, ചിലപ്പോൾ ഈ അവരുടെ ഈ ശരിയല്ലാത്ത പണങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആണ് ഈ തന്ത്രിയും ഈ നിക്ഷേപമായി 2.5 കോടി നൽകിയിട്ടുള്ളത് എന്ന് സ്ഥാപിക്കത്തക്ക തരത്തിലേക്ക് തന്ത്രിയുമായുടെ ചോദ്യം ചെയ്യൽ മൊഴിയൊക്കെ മാറുകയാണ് SITയുടെ. അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇതിൽ കൃത്യമായ സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2.5 കോടി രൂപ തന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും അത് നഷ്ടപ്പെട്ടിട്ട് എന്താണ് മിണ്ടാതിരുന്നെന്നും ചോദിച്ചാൽ വെള്ളപ്പൊക്കം വന്ന് അവർ കഷ്ടത്തിലായതുകൊണ്ട് ഞാൻ അത് സഹിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ഉദാര മനസ്കതയിൽ ഒരു ചെറിയ സംശയം. ഒരു കാര്യം കൂടി മാർഷൽ, ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ അമ്പലങ്ങളിലും സ്വത്തുക്കൾ ഓഡിറ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ ശബരിമലയിലേക്ക് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിരിക്കണം അടുത്ത ഒരു സീസണിന് മുൻകൂടി. അത് എത്രത്തോളം ഗുണകരമായിട്ടൊരു നീക്കം? അതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. കാരണം ഭക്തന്റെ പണമാണെങ്കിലും ആരുടെ പണമാണെങ്കിലും ഭഗവാന് കൊടുക്കുന്ന പണമാണെങ്കിലും അതിനെല്ലാം കണക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊരായ്മ കാരായ്മ സിസ്റ്റം വന്നിട്ടുള്ളത്. അതിൽ കാരായ്മക്കാർ എന്താണ് ചെയ്യേണ്ടത്? അവരാണ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളത്. അവർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യ നടപ്പുകൾ നോക്കുകയും അതിന്റെ സാമ്പത്തിക രീതികൾ പരിശോധിക്കുകയും വേണം. അതിൽ സർക്കാരിന് പോലും അധികം ഇടപെടലില്ല. അതിനാണ് ദേവസ്വം ബോർഡ് സ്വയംഭരണാവകാശത്തോട് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനം വരണം. അങ്ങനെ വരുന്നതോടൊപ്പം തന്നെ തന്ത്രിക്ക് കിട്ടുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, തന്ത്രിക്ക് നമ്മളെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ. തന്ത്രിയെക്കുറിച്ച് ആരെയും ആദ്യം പറഞ്ഞോ? മന്ത്രിയെക്കുറിച്ച് വരെ പറഞ്ഞു. പക്ഷേ തന്ത്രിയെ കേരളത്തിലെ ജനങ്ങളെന്നല്ല ഭക്തരെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ തന്ത്രി വരെയാണ് ഇപ്പോൾ 2.5 കോടിയുടെ കയ്യിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ തന്ത്രിക്ക് എങ്ങനെ പണം വന്നു എന്നുള്ള കാര്യം ഇതുമാതിരിയുള്ള സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് വരണമെന്നുള്ളതാണ് ശരി. തീർച്ചയായും അതാണ്. അപ്പോൾ തന്ത്രിക്ക് എങ്ങനെയാണ് ഈ 2.5 കോടി കൈവശം വയ്ക്കാൻ കഴിഞ്ഞത്? അതിലൊരു കണക്കുമില്ലേ? തന്ത്രി ആയതുകൊണ്ട് കണക്കുകൾ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? പക്ഷേ വിശദമായിട്ടുള്ള ഈ 2.5 കോടിയുടെ വിവരങ്ങൾ ഇതുവരെയും തന്ത്രി കണ്ഠരര് രാജീവർക്ക് നൽകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ സംശയത്തിനിടയിലേക്ക് പോവുകയാണ്. ദുരൂഹതകൾ ഏറുകയാണ്.